Hello students, today we are going to study the last theorem of the module, and sometimes it is called the complementary slackness conditions. Here in your text it is not given, the name is not given. You remember that it is called the complementary slackness conditions, right? Complementary slackness conditions in your book also. I have seen questions for degree classes state and prove the complementary slackness conditions. The statement is like this: if in the optimal solutions of the primal and the dual, a primal variable xj is positive, then the corresponding dual slack variable ym plus j equal to 0. Primalinde variable xj ക്കും dualinde slack variable ഐഎം പ്ലസ് ജെക്കും തമ്മിലാണ് റോള്. പ്രൈമലിന് എത്ര വേരിയബിൾസ് ഉണ്ടോ അത്ര ഇക്വേഷൻസ് ആണ് ഡ്യുവലിലുള്ളത്. അപ്പോൾ എല്ലാ ഇക്വേഷൻസിലും സ്ലാക്ക് വരികയാണെങ്കിൽ അത്രയും നമ്പർ ഓഫ് സ്ലാക്ക് വേരിയബിൾസ് ഉണ്ട്. അപ്പോൾ പ്രൈമലിൽ ഒരു വേരിയബിൾ ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡ്യുവലിലൊരു പ്രൈമലിൽ സെക്കൻഡ് വേരിയബിളിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡ്യുവലിൽ സെക്കൻഡ് ഇക്വേഷനിൽ ഒരു സ്ലാക്ക് വേരിയബിൾ ഉണ്ടാവും. ദാറ്റ് വിൽ ബി ഡ്യുവൽ സ്ലാക്ക് വേരിയബിൾ. I assume that the primal is in minimization greater than or equal to form. Dual is in maximization less than or equal to form. Dual is in less than or equal to form. Then we need slack variables there. അതുകൊണ്ടാണ് സ്ലാക്ക് വേരിയബിൾസ് എന്ന് പറയുന്നത്. കറസ്പോണ്ടിങ് ഡ്യുവൽ സ്ലാക്ക് വേരിയബിൾ ym പ്ലസ് ജെ ഈസ് 0. തിരിച്ചു അതെ, ym പ്ലസ് ജെ പോസിറ്റീവ് ആണെന്ന് നമുക്ക് പറഞ്ഞാൽ എക്സ് ജെ 0 ആണ് എന്ന് പറയാം. അത് അവസാനം ആൻഡ് വൈസ് വേഴ്സ എന്ന് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദ സെക്കൻഡ്, if the primal slack variable xn plus I is positive, if the primal slack variable xn plus I is positive, primalile xn plus I slack ആയിരിക്കണമെന്നില്ല, സർപ്ലസ് ആയിരിക്കാം. primal greater than or equal to form ആണ്. ഇതിലൂടെ കറക്റ്റ്. I see an error in this statement slack. primal slack ഉള്ളതല്ല, primal സർപ്ലസ് ആണ്. അല്ലെങ്കിലും വേരിയബിളിന്റെ നമ്പർ നോക്കിയാൽ മതി. ടെക്സ്റ്റിൽ പ്രൈമൽ സ്ലാക്ക് എന്ന് എഴുതിയിരിക്കുന്നത് നോക്കിയാണ് ഞാൻ സ്റ്റേറ്റ്മെന്റ് എഴുതുന്നത്. കറക്റ്റ് പ്രൈമൽ സർപ്ലസ് ആണ്. എക്സ് എൻ പ്ലസ് ഐ ഈസ് പോസിറ്റീവ്, ദെൻ ദ കറസ്പോണ്ടിങ് ഡ്യുവൽ വേരിയബിൾ പ്രൈമലിലെ നമ്പർ ഓഫ് ഇക്വേഷൻസ് അനുസരിച്ചാണ് ഈ എൻ പ്ലസ് ഐ ഉണ്ടായിരിക്കുന്നത്. എക്സ് വൺ എക്സ് ടു എക്സ് എൻ വേരിയബിൾ ഉണ്ട്. പിന്നെ എത്ര ഇക്വേഷൻസ് ഉണ്ടോ അത്രയും വേരിയബിൾസ് ആണ് ഇവിടെ വരാൻ പോകുന്നത്. അതാണ് ഐയുടെ റോള്. അപ്പോൾ അത്രയും നമ്പർ ഓഫ് വേരിയബിൾസ് ആണ് ഡ്യുവലിലുള്ളത്. പ്രൈമലിൽ എത്ര ഇക്വേഷൻസ് ഉണ്ടോ അത്രയും സർപ്ലസ് വേരിയബിൾസ് വരാം. ഈ സ്ലാക്കിനെ സർപ്ലസ് എന്ന് വായിക്കുന്നതാണ് നല്ലത്. അത്രയും സർപ്ലസ് വേരിയബിൾസ് വരാം. അപ്പോൾ ആ നമ്പറിലുള്ള ഡ്യുവൽ വേരിയബിൾ വൈ ഐ 0 ആയിരിക്കും. തിരിച്ചും ആൻഡ് വൈസ് വേഴ്സ എന്നുള്ളത് രണ്ടിനും കോമൺ ആണ്. എക്സ് എൻ വൈ ഐ ആദ്യം ഉള്ളെങ്കിൽ വൈ ഐ നോൺ സീറോ ആണെങ്കിൽ, ഇപ്പോൾ നോൺ സീറോ ആണെങ്കിൽ പോസിറ്റീവ് ആയിരിക്കണം. നമ്മൾ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻസിനെ പറ്റി പറയാം. എക്സ് എൻ പ്ലസ് ഐ അപ്പോൾ 0 ആയിരിക്കും. അപ്പോൾ ഇതിന്റെ പ്രൂഫ് വളരെ എളുപ്പമാണ്. നമ്മൾ എഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5y ഫോർ any feasible solutions x and y of the primal and dual, അത് പ്രൂവ് ചെയ്തത് എഫ് എക്സ് മൈനസ് 5y ഈ വേരിയബിൾസിന്റെ മാത്രമായിട്ടുള്ള ഒരു എക്സ്പ്രഷൻ എടുത്തിട്ടാണ് പ്രൂവ് ചെയ്തത്. അപ്പോൾ ആ തിയറത്തിന്റെ ആദ്യത്തെ പാർട്ടാണ് ഇവിടെ വേണ്ടത്. പ്രൈമലും ഡ്യുവലും എക്സ്പാൻഡ് ചെയ്ത് എഴുതുക. പ്രൈമലിലെ എല്ലാ ഇക്വേഷൻസിനെയും y1 y2 ym കൊണ്ടും ഡ്യുവലിലെ എല്ലാ ഇക്വേഷൻസിനെയും x1 x2 xn കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് എല്ലാ ഫസ്റ്റ് സെറ്റ് മുഴുവൻ ആഡ് ചെയ്യുക, സെക്കൻഡ് സെറ്റ് മുഴുവൻ ആഡ് ചെയ്യുക, ഒരെണ്ണത്തിൽ നിന്ന് മറ്റൊന്ന് സബ്ട്രാക്ട് ചെയ്യുക. എന്നിട്ട് എഫ് എക്സ് മൈനസ് 5y ഫോം ചെയ്തു. അപ്പോൾ ഈ വേരിയബിൾസിന്റെ ഒരു കോമ്പിനേഷനാണ് കിട്ടുന്നത്. അവിടെ നിന്നാണ് നമ്മളുടെ പ്രൂഫ് വരിക. അപ്പോൾ ഞാനത് എഴുതി കാണിക്കാം. എക്സ്പാൻഡഡ് ഫോംസ് ഓഫ് ദ പ്രൈമൽ ആൻഡ് ഡ്യുവൽ. ദെൻ യു ക്യാൻ ഡു ദ കാൽക്കുലേഷൻസ് ആൻഡ് ഫൈൻഡ് ദ കൺക്ലൂഷൻ. You know the primal is in the minimization greater than or equal to form. Minimize f of x equal to cx subject to ax greater than or equal to b with x greater than or equal to 0, and the expanded form c1 x1 plus etc cn xn is the objective function subject to a11 x1 plus etc a1 and xn greater than or equal to b1. അതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ പ്രൈമൽ സർപ്ലസ് ആണെന്ന്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു b1 ഞാനതിന് ഇക്വാളിറ്റി ആക്കിയതാണ് ഈ കാണുന്നത്. മൈനസ് എക്സ് എൻ പ്ലസ് 1 ഈക്വൽ ടു b1. നെക്സ്റ്റ് ഇക്വേഷൻ a21 x1 plus etc a21 xn ഇക്വാളിറ്റി ആക്കാൻ മൈനസ് എക്സ് എൻ പ്ലസ് 2 ഈക്വൽ ടു b2. ലാസ്റ്റ് ഇക്വേഷൻ am1 x1 plus am2 x2 plus etc amn xn മൈനസ് എക്സ് എം പ്ലസ് എൻ ഈക്വൽ ടു bm. ഡ്യുവൽ മാക്സിമൈസ് 5y ഈക്വൽ ടു b dash y subject to a dash y less than or equal to c dash. Then it is okay. Less than or equal to constraints, slack variables,
എന്ന് ഡ്യുവൽ സ്ലാക്ക് വേരിയബിൾസ് എന്ന് പറയുന്നത് ശരിയാണ്. പ്രൈമൽ സർപ്ലസ് എന്ന് ആയിരുന്നു പറയേണ്ടിയിരുന്നത്, പ്രൈമൽ സ്ലാക്ക് എന്ന് തെറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ കറക്റ്റ് ചെയ്ത് പറഞ്ഞോളൂ. അപ്പോൾ b1y1 plus b2y2 plus etc. bm equal to 5 objective functions subject to a dash y. അപ്പോൾ തിരിഞ്ഞു പോയിട്ടുണ്ട്. a11 a12 a1n ഫസ്റ്റ് കോളത്തിൽ കാണുക. അങ്ങനെ എക്സ്പാൻഡഡ് ഫോം എഴുതി. ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലാന്ന് തോന്നുന്നു. ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഡാഷ് ആണ് ym+1 ym+2 ym+ എന്നുള്ള സ്ലാക്ക് വേരിയബിൾസ് ആഡ് ചെയ്ത് അതിനെ നമ്മൾ ഇക്വാളിറ്റീസ് ആക്കിയിട്ടുണ്ട്. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയുന്നുണ്ട്. x1 തുടങ്ങി xn വരെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. xn+1 തുടങ്ങി xn+n വരെയുള്ളത് സർപ്ലസ് വേരിയബിൾസ് ആണ്. എപ്പോഴും അത് നോൺ നെഗറ്റീവ് ആയിരിക്കും എന്നറിയാം. y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഡ്യുവലിലെ കണ്ടീഷൻസ് ആണ്. y1 y2 ym ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. ദെൻ ഓൾ ദ സ്ലാക്ക് വേരിയബിൾസ്, എപ്പോഴും സ്ലാക്ക് വേരിയബിൾസ് പോസിറ്റീവ് ആണ്. ym+1 ym+2 ym+n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ദാറ്റ് ഈസ് ഓൾ ദ വേരിയബിൾസ് ഇൻവോൾവ് x1 to xm+n y1 to ym+n നോൺ നെഗറ്റീവ്. അത് നമുക്ക് അറിയാവുന്നതാണ്. ഓൾ വേരിയബിൾസ് ഇൻവോൾവ്, ഓൾ വേരിയബിൾസ് എന്നങ്ങ് എഴുതിയാൽ മതിയല്ലോ. ഇനിയിപ്പോൾ ഏതാന്ന് സ്പെസിഫൈ ഉണ്ടായില്ല. അല്ലാതെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എല്ലാം നോൺ നെഗറ്റീവ് ആണ്. ഇനി ചെയ്യുന്ന എന്താണെന്ന് നിങ്ങൾക്കറിയാം. ദിസ് ഇസ് ദ ഫസ്റ്റ് സെറ്റ് ഓഫ് ഇക്വേഷൻസ്, ദിസ് ഇസ് ദ സെക്കൻഡ് സെറ്റ് ഓഫ് ഇക്വേഷൻ. ഇവിടെ എത്ര ഇക്വേഷനാ? m ഇക്വേഷൻസ് ആണ്. മൾട്ടിപ്ലൈ ദ ഇക്വേഷൻസ് ബൈ y1 y2 എക്സെട്ര ym. fx ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5y എന്നുള്ള തീരത്തിൽ ചെയ്ത അതേ പ്രോസസ്സ് തന്നെ. ഈ ഇക്വേഷൻസിനെ ഫസ്റ്റ് ഇക്വേഷനെ y കൊണ്ട്, സെക്കൻഡിനെ y2 കൊണ്ട്, mതിനെ ym കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതേപോലെ ഇവിടെ ഫസ്റ്റ് ഇക്വേഷനെ അവിടെ c1 c2 cn n ഇക്വേഷൻസ് ഉള്ളത് x1 കൊണ്ട്, സെക്കൻഡ് ഇക്വേഷനെ x2 കൊണ്ട്, nth ഇക്വേഷനെ xn കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്തിനാന്ന് നിങ്ങൾക്ക് അറിയാം. b1 y1 b2 y2 bm ym ആഡ് ചെയ്യുമ്പോൾ 5 ഫോം ചെയ്യും. c1 x1 c2 x2 cn xn ആഡ് ചെയ്യുമ്പോൾ f ഫോം ചെയ്യും. ആ ആവശ്യത്തിലേക്കാണ് അത് ചെയ്യുന്നത്. അപ്പോൾ വേറെ ഒന്നും ഓർത്തിരിക്കാനില്ല. c1 x1 c2 x2 cn xn എന്നുള്ള കോമ്പിനേഷൻ ഉണ്ടായാലേ f ആവുള്ളൂ. മിനിമൈസ് f ഈക്വൽ ടു ഇതല്ലേ നമ്മുടെ f. ഇത് b1 y1 bm ym എന്നുള്ള കോമ്പിനേഷൻ ഉണ്ടായാലേ 5 ഉണ്ടാവുള്ളൂ. അതിനു വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. മൾട്ടിപ്ലൈയിങ് ഓൾ ദി ഇക്വേഷൻസ് ഓഫ് 1 ബൈ x1 x2 y1 y2 m equations etc. ym and all the equations of 2 by x1 x2 ഞാൻ ചുരുക്കി എഴുതുവാണ് സ്റ്റെപ്സ് etc. xn and subtracting the sum of 1. subtract 1 അല്ല, 1ലെ എല്ലാത്തിൻ്റെയും കൂടെ സം ഓഫ് 1 ഫ്രം സം ഓഫ് 2. 2ലെയും സം ചെയ്ത് വെക്കണം. അപ്പോൾ 2വിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്താലേ fx മൈനസ് 5y വരുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും? f ഓഫ് x നിങ്ങൾ നേരത്തെ കണ്ടതാണ്. f ഓഫ് x മൈനസ് 5y ഈക്വൽ ടു fx മൈനസ് 5y ഈക്വൽ ടു എന്ത് സംഭവിക്കും? fx മൈനസ് 5y എന്ന് പറഞ്ഞാൽ c1 x1 പ്ലസ് c2 x2 പ്ലസ് cn xn മൈനസ് b1 y1 പ്ലസ് b2 y2 പ്ലസ് bm ym എന്ന് ആലോചിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി സബ്ട്രാക്ട് ചെയ്യുമ്പം ഇതിനെ a11 y1 x1 എന്നായില്ലേ, ഇവിടെ a11 x1 y1 എന്നായില്ലേ. അപ്പോൾ aijs ഉള്ളതെല്ലാം ക്യാൻസൽ ചെയ്യും എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. പിന്നെ എന്ത് കിട്ടും? ഇതാണ് ആദ്യം, അത് കഴിഞ്ഞിട്ട് മറ്റേത് സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്താ? x1 y m+1 x1 y m+1 പ്ലസ് x2 y m+2 പ്ലസ് എക്സെട്ര 2വിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ ഇതേ ഉള്ളൂ. xn y m+n എന്നാവും. സബ്ട്രാക്ടിങ് എന്ന് പറയുമ്പോൾ ഈ മൈനസ് പ്ലസ് ആവും. അപ്പോൾ അവിടെയും പ്ലസ് ആണ്. അവിടെ എന്ത് വരും? y1 xn+1 y1 1 ഉള്ളത് ഞാൻ ആദ്യം എഴുതുന്നുള്ളൂ. xn+1 y1 എഴുതാം. y1 xn+1 പ്ലസ് y2 xn+2 പ്ലസ് എക്സെട്ര ym xn plus m this is fx minus 5y. suppose that for any feasible solutions x and y fx minus 5y equal to this എന്നാണ് നമ്മുടെ നേരത്തെ assumption. suppose that x and y give the optimal solution. optimal solution corresponding ആയിട്ടുള്ള equations ആയിരുന്നു ഇതെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ഓർഡറിലൊക്കെ ചെറിയ വ്യത്യാസമുണ്ട്. പക്ഷെ എവിടെയെങ്കിലും ഇതുപോലെ വരുമല്ലോ. കോഎഫിഷ്യന്റ് 1 ആയിട്ടുള്ള വേരിയബിൾസ് ഒക്കെ 1 0 0 ഒക്കെ എപ്പോഴും എവിടെയെങ്കിലും ഉണ്ട്. അപ്പോൾ എക്സും വൈയും ഒപ്റ്റിമൽ സൊല്യൂഷൻസ് ആയിരുന്നു എന്ന് വിചാരിക്കുക. assume x and y are optimal solutions. optimal solutions corresponding ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ്
എഴുതിയിരിക്കുന്നത് എന്ന് വിചാരിക്കുക. ഒപ്റ്റിമൽ സൊല്യൂഷൻസിലാണ് നമുക്കിപ്പോൾ പ്രോബ്ലം റിസൾട്ട് കൊടുക്കേണ്ടത്. എക്സും വൈയും ഒപ്റ്റിമൽ സൊല്യൂഷൻസ് ആയിരുന്നു എന്ന് വിചാരിക്കാം. ഒപ്റ്റിമൽ സൊല്യൂഷൻസ് ആണെങ്കിൽ എന്നാ, ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്നാ, മിൻ എഫ് എക്സ് ആണ് എഫ് എക്സിന്റെ ഒപ്റ്റിമൽ സൊല്യൂഷൻ. മിൻ എഫ് എക്സ് ഈക്വൽ ടു മാക്സ് 5y optimal solution of the dual. That implies we have written fx minus 5y here. അത് min fx ഉം max 5y ആണെങ്കിൽ അത് 0 ആണ്. Therefore, this is equal to 0. x1 ym plus 1 plus x2 ഒന്നുകൂടെ എടുത്ത് എഴുതുക. x1 ym plus 1 plus etc plus xn ഏതാ ഉള്ളത് നമുക്ക് പൊക്കത്തിൽ നോക്കി അറിയാലോ. അതുകൊണ്ട് ഞാൻ അങ്ങേറ്റത്തെ മാത്രമേ എഴുതുന്നുള്ളൂ. ym plus n plus y1 xn plus 1 plus etc ym xn plus m എന്ന് നമ്മൾ എഴുതിയത് 0 ആണ്. min of x equal to max 5y. ഇത് min of x ഉം ഇത് max 5y ആകുന്ന കേസിലെ ഇക്വേഷൻ ആണ് എഴുതി വെച്ചിരിക്കുന്നതെങ്കിൽ ഇത് 0 ആണ്. ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇത് 0 ആണ്. ഓൾ ദ വേരിയബിൾസ് xiകളും xjകളും yiകളും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഇംപ്ലൈസ് അതുകൊണ്ട് തന്നെ x1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, ym പ്ലസ് 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, പ്രോഡക്റ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇതേപോലെയാണ് എല്ലാ ടേമും. ഇതിൽ കാണുന്ന ഓരോ ടേമും ഇതുപോലത്തെ ഓരോ ടേമും പോസിറ്റീവ് ആണ്. അപ്പോൾ പോസിറ്റീവ് ആണെങ്കിൽ പിന്നെ ഒരെണ്ണം അതിന്റെ ഓപ്പോസിറ്റ് സൈനും വന്ന് ക്യാൻസൽ ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഇല്ല. ഇതെങ്ങനെയാ 0 ആയേ? ഇതിലെ ഓരോ ടേംസും 0 ആണ്. ഓരോ ടേംസും 0 എന്ന് പറഞ്ഞുള്ളൂ. ഒരു ടേമിൽ രണ്ട് കാര്യങ്ങളുണ്ട്. x1 ym plus 1 0 ആണ്. ഇംപ്ലൈസ് ഈച്ച് ടേം 0, ഈച്ച് ടേം ഈക്വൽ ടു 0. അപ്പോൾ x1 0 ആണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. എല്ലാ വേരിയബിൾസും നോൺ നെഗറ്റീവ് ആണ്. അപ്പോൾ ഒരെണ്ണം 0 അല്ല എന്ന് പറഞ്ഞാൽ പിന്നെ നെഗറ്റീവ് ഒന്നുമില്ല. x1 ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിനർത്ഥം ഈ ടൈം 0 ആയേ മതിയാവൂ. ഇംപ്ലൈസ് ഈച്ച് ടൈം 0. x1 ഗ്രേറ്റർ ദാൻ 0 ഇംപ്ലൈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇല്ല. x1 ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ കൂടെ കിടക്കുന്ന ym പ്ലസ് 1 0 ആയിരിക്കണം. xn എക്സെട്ര xn ഗ്രേറ്റർ ദാൻ 0 ഇംപ്ലൈസ് ആ കൂടെ കിടക്കുന്ന ym പ്ലസ് n ഈക്വൽ ടു 0 ആവണം. ആൻഡ് മറ്റേ സ്ഥലത്ത് നിന്ന് y1 ഗ്രേറ്റർ ദാൻ 0 ഇംപ്ലൈസ് xn പ്ലസ് 1 ഈക്വൽ ടു 0. ഈ പറയുന്നതിൽ ഒരു ടേം ഗ്രേറ്റർ ദാൻ 0 ആയാൽ ym ഗ്രേറ്റർ ദാൻ 0 ഇംപ്ലൈസ് xn പ്ലസ് m ഗ്രേറ്റർ ദാൻ 0. xn പ്ലസ് m അല്ല ഈക്വൽ ടു 0. ym ഗ്രേറ്റർ ദാൻ xn പ്ലസ് m ഈക്വൽ ടു 0. ഇത്ര എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണമെന്നൊന്നുമില്ല. അപ്പോൾ എന്താ അതിനകത്ത് മനസ്സിലായേ? x1, x2, etc. xn are the primal variables. If the primal variable xj is positive, ഒരെണ്ണെടുത്ത് നോക്കിയാൽ then the corresponding dual slack variable ym plus j. x1 0 ആണെങ്കിൽ x1 greater than 0 ആണെങ്കിൽ ym plus 1 0. xn greater than 0 ആണെങ്കിൽ ym plus n greater than 0. ആദ്യത്തെ ലൈനിൽ നമ്മൾ എഴുതിയ കാര്യം. If the primal variable xj is positive, then the corresponding dual slack variable ym plus j is 0. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ym plus 1 0 ഗ്രേറ്റർ ദാൻ 0 ആയാൽ ഉറപ്പല്ലേ ഈ ടൈം 0 ആവണം. x1 0 ആയിരിക്കണം. അപ്പോൾ അതിന്റെ വൈസ് വേഴ്സ ഉണ്ട്. ഇനി രണ്ടാമത്തെ ലൈനിൽ നമ്മൾ എഴുതിയിരിക്കുന്നത് ഇഫ് ദ പ്രൈമൽ സ്ലാക്ക് വേരിയബിൾ xn പ്ലസ് ഐ, അത് എക്സിനെ പറ്റി പറയാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ xj പോസിറ്റീവ് ആകുന്ന കാര്യമല്ലോ. xn പ്ലസ് ഐ ഗ്രേറ്റർ ദാൻ 0 ഇംപ്ലൈസ് അതായിരുന്നു എഴുതേണ്ടിയിരുന്നത്. xn പ്ലസ് ഐ ഗ്രേറ്റർ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആണ് ശരി. xn പ്ലസ് ഐ ഗ്രേറ്റർ ദാൻ 0 ഇംപ്ലൈസ് yi ഈക്വൽ ടു 0. xn പ്ലസ് ഐ നോൺ നെഗറ്റീവ് ആണ്. അത് ഈ ടേംസ് നോക്കിയാൽ മതി. xn പ്ലസ് 1 ഗ്രേറ്റർ ദാൻ 0 മീൻസ് y1 ഈക്വൽ ടു 0. xn പ്ലസ് ഐ പോസിറ്റീവ്, then the corresponding dual variable yi is 0 and vice versa ആണ് ഈ കിടക്കുന്നത്. തിരിച്ചുള്ളതാണ് ഇവിടെ ഇപ്പം ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ എഴുതണമെന്നൊന്നുമില്ല, നിങ്ങൾ പറഞ്ഞാൽ മതി. each term 0, therefore if the primal variable xj is positive, ഇത് കാണുമ്പോൾ അറിയാം primal variable x1 x2 xn പോസിറ്റീവ് ആണെങ്കിൽ അതിലേതെങ്കിലും xj പോസിറ്റീവ് മീൻസ് corresponding dual slack variable ym plus j is 0 and conversely. Similarly, if the
primal surplus variable xn plus I is positive, then the dual variable